എന്തുകൊണ്ട് സഞ്ജു സാംസൺ ഓടി മത്സരങ്ങൾ കളിക്കുന്നില്ല? ഏകദേശം 2021-23 ടൈം ലൈനിലാണ് സഞ്ജു സാംസൺ അവസാനമായിട്ട് ഓടി മത്സരങ്ങൾ കളിച്ചത്. 14 ഇന്നിംഗ്സിൽ നിന്ന് 510 റൺസ്, 56.66 ബാറ്റിംഗ് ആവറേജ്, ഒരു സെഞ്ചുറി, 3 അർദ്ധ സെഞ്ചുറികൾ. ആ ഒരു സെഞ്ചുറി ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. നല്ലൊരു ഫോമിലാണ് സഞ്ജു സാംസൺ ആ ഒരു ടൈം ലൈനിൽ ഓടി മത്സരങ്ങൾ കളിച്ചത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് അതിനുശേഷമുള്ള ഓടി മത്സരങ്ങളിൽ സഞ്ജു കളിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ട്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം സാംസണിനെ സംബന്ധിച്ച് ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. അതുകൊണ്ട് ഒന്നുകിൽ ഓപ്പണറായി അല്ലെങ്കിൽ നമ്പർ 3 നമ്പർ 4 സഞ്ജു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വിരാട് കോഹ്ലിനെ, രോഹിത് ശർമ്മനെ നമ്മൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കോഹ്ലിയും രോഹിത് ശർമ്മയും ഫിക്സ്ഡ് ആണ്. അതിനുശേഷം പിന്നെ ഉള്ളത് ഗില്ല്, രാഹുൽ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഇഷാൻ കിസാൻ. ഇവരൊക്കെ ഈ ഒരു ടൈം ലൈനിൽ നല്ല പെർഫോമൻസ് കാണിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 17 മത്സരങ്ങളിൽ നിന്ന് 757 റൺസ് ആണ് നേടിയത്, 2 സെഞ്ചുറികൾ, 75.75 ബാറ്റിംഗ് ആവറേജ്. രാഹുലിനെ സംബന്ധിച്ച് ഒരു പീക്ക് ലെവൽ ഓഫ് ഫോമിലായിരുന്നു രാഹുൽ. സോ രാഹുലിനെ മറികടക്കാൻ ഒരിക്കലും സഞ്ജു സാംസണിന് പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഗില്ലിലേക്ക് നോക്കുന്ന സമയത്ത് 41 മത്സരങ്ങളിൽ നിന്ന് 2222 റൺസുകൾ നേടി, 65.66 ബാറ്റിംഗ് ആവറേജ്, 6 സെഞ്ചുറികൾ. ഗില്ലിനെയും മറികടക്കാൻ സഞ്ജു സാംസണിന് പറ്റിയിട്ടില്ല. അയ്യറിനെ സംബന്ധിച്ച് 37 മത്സരങ്ങളിൽ നിന്ന് 1525 റൺസ്, ബാറ്റിംഗ് ആവറേജ് ആണെങ്കിൽ സഞ്ജു സാംസണിനെ പോലെ തന്നെ 56.56, 4 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അയ്യറിനെയും മറികടക്കാൻ സഞ്ജുവിന് പറ്റിയിട്ടില്ല. കാരണം അയ്യർ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചുകൂടി കളി ഫോം തെളിയിച്ചിട്ടുണ്ട്. നല്ല നല്ല ടീംസിനെതിരെ ഒരുപാട് സ്കോറുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സഞ്ജുവിന് അയ്യറിനെയും മറികടക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ളതാണ് ഇഷാൻ കിസാൻ, അതുപോലെ തന്നെ ഋഷഭ് പന്ത്. കിഷാന്റെ കാര്യം പറയുകയാണെങ്കിൽ 27 മത്സരങ്ങളിൽ നിന്ന് 933 റൺസ്, ബാറ്റിംഗ് ആവറേജ് 45.45. സഞ്ജുവിന്റെ അത്ര പോരാ. ഋഷഭ് പന്തിനെ സംബന്ധിച്ച് 12 മത്സരങ്ങളിൽ നിന്ന് 336 റൺസ്, ബാറ്റിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ 36 ഋഷഭ് പന്തും സഞ്ജുവിന്റെ അത്ര പോരാ. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു ടൈറ്റിൽ ഉണ്ട്. സഞ്ജുവിന് ബെസ്റ്റ് വിക്കറ്റ് കീപ്പറാണ്. അപ്പൊ ആ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് രാഹുൽ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ഇഷാൻ കിസാൻ. രാഹുലിനെ മാറ്റിക്കഴിഞ്ഞാൽ ഋഷഭ് പന്തിനേക്കാളും ഇഷാൻ കിസാനേക്കാളും നല്ല പെർഫോമൻസ് സഞ്ജു സാംസൺ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും 2024 ശ്രീലങ്കയുമായിട്ടുള്ള സീരീസിൽ ഓടി മത്സരത്തിൽ സഞ്ജുവിന്റെ പേര് സ്കോഡിലില്ല. വിക്കറ്റ് കീപ്പർമാരെ എടുത്തത് ഒന്ന് രാഹുലിനെ, രണ്ടാമത് ഋഷഭ് പന്തിനെയാണ്. കിഷാന്റെ അത്ര പോലും റൺസ് ഋഷഭ് പന്തിനില്ല. പിന്നെ എന്തുകൊണ്ട് ഋഷഭ് പന്തിനെ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ബോർഡ് അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ആ ഒരു സമയത്ത് നടന്ന ഡൊമസ്റ്റിക് ട്രോഫിയിൽ സഞ്ജുവിന്റെയും കിഷാന്റെയും പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് വിക്കറ്റ് കീപ്പർ രണ്ടാമതൊരു വിക്കറ്റ് കീപ്പറായിട്ട് പാന്തിനെ സെലക്ട് ചെയ്തത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് സഞ്ജു അന്ന് കളിക്കാതിരുന്നത്. പിന്നെയാണെങ്കിൽ സഞ്ജു ഒരിക്കലും ഓടി മത്സരങ്ങൾ കളിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള വേൾഡ് കപ്പിൽ സഞ്ജു കളിച്ചത് ഒരു അപാര മത്സരം തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട്, ചില സമയങ്ങളിൽ മാത്രം സഞ്ജു ഗ്രീസിൽ നല്ല കാമായിട്ട് നിന്ന് കളിക്കുള്ളൂ, ചില സമയങ്ങളിൽ കളിക്കാറില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലെ അവസാനത്തെ മത്സരങ്ങൾ നമ്മൾ കണ്ടതല്ല. സഞ്ജു വളരെ കാമായിട്ട് ഗ്രീസിൽ നിന്ന് സിംഗിൾ അടിക്കേണ്ട സമയത്ത് സിംഗിൾ എടുത്ത്, ഡബിൾ അടിക്കുന്ന സമയത്ത് ഡബിൾ എടുത്ത്, 4 അടിക്കുന്ന സമയത്ത് 4 അടിച്ച്, 6 അടിക്കുന്ന സമയത്ത് 6 അടിച്ചിട്ട് വളരെ കാമായി കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രീസിൽ നിന്ന് കളിക്കുകയാണ് സഞ്ജു. അങ്ങനത്തെ ഒരു സഞ്ജുവിന് T20 മാത്രമല്ല ഓടി മത്സരം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതുകൊണ്ട് വരാനിരിക്കുന്ന ഓടി സീരീസിൽ സഞ്ജുവിന്റെ പേര് സ്കോഡിൽ ഉണ്ടാവണം. സഞ്ജുവിന് കുറച്ച് സാധ്യതകൾ, സഞ്ജുവിന് ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സഞ്ജുവിൽ നിങ്ങൾ അങ്ങനെ ഒരു ഫോം കാണുന്നുണ്ടോ? സഞ്ജു ഓടി മത്സരങ്ങളിൽ നല്ല ഫോമിലാണ് കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള T20 മത്സരത്തിലും ഞാൻ ഓടി കളിക്കാൻ പറ്റുന്ന അത്രയും ക്ഷമയോടുകൂടിയാണ് സഞ്ജു ഗ്രീസിൽ നിന്ന് കളിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സഞ്ജുവിന് ഓടിയിൽ ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.